നമ്മുടെ ആരോഗ്യ രംഗത്ത് പുതിയൊരു നേട്ടം കൂടി കൈവരിച്ചിട്ടുണ്ട് കേരളം. എന്താന്നല്ലേ, നമ്മുടെ കുട്ടികൾക്ക് ബാധിക്കുന്ന ഗുരുതരമായ രോഗമാണ് സ്പൈനൽ മസ്കുലാർ അട്രോഫി. തുടക്കം മുതൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന പ്രീ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ഫലപ്രദമായി നടപ്പിലാക്കിയിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യവകുപ്പ്. വട്ടിയൂർക്കാവ് സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിനാണ് അങ്ങനെ ഒരു പുതുജീവിതം ലഭിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ അപൂർവ നേട്ടം കൂടിയാണിത്. കാണാം. സുഷുമ്നാ നാഡിയിലെ മോട്ടോർ നാഡീകോശങ്ങളെ ബാധിക്കുന്ന ഒരു ജനിതക രോഗമാണ് സ്പൈനൽ മസ്കുലാർ അട്രോഫി. പേശികളുടെ ബലഹീനതയും പേശികൾ ചുരുങ്ങുന്നതുമാണ് രോഗാവസ്ഥ. മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾക്ക് ഈ അപൂർവ രോഗം ബാധിക്കുക. SMA സ്ഥിരീകരിച്ച വട്ടിയൂർക്കാവ് സ്വദേശിയായ കുട്ടിയുടെ മാതാപിതാക്കൾ രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കാൻ പോകുന്ന വിവരം ആരോഗ്യവകുപ്പിനെ അറിയിച്ചു. കുട്ടി ജനിച്ച ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് ചികിത്സ ആരംഭിച്ചു. രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനം SMAക്ക് പ്രീ സിംറ്റമാറ്റിക് ചികിത്സ ഏർപ്പെടുത്തി. ആദ്യമേ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു നോക്കിയത്. പക്ഷെ അപ്പം അതിനുള്ള ഇത് കിട്ടിയില്ല. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഡയറക്റ്റ് ഇങ്ങനെ NHM ഇതിന് വേണ്ടിയിട്ടുള്ള കത്തയച്ചായിരുന്നു. അപ്പം അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് വെച്ചാൽ ഇതിലൊരു കോർഡിനേറ്റർ ഉണ്ട്, റസീന മാഡമാണ് ഞങ്ങൾക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് തന്നത്. എന്താണ് ചെയ്യേണ്ടത്, ആരെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഓരോന്ന് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ രോഗാവസ്ഥയുടെ ഭാഗമായ 7 കുട്ടികൾക്ക് നട്ടെല്ലിന്റെ വളവ് നിവർത്തുന്ന സ്കോളിയോസിസ് കറക്ഷൻ ശസ്ത്രക്രിയ നടത്താനും ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. അത് ഞങ്ങൾ അയച്ചത് അവിടുത്തെ നോഡൽ ഓഫീസറിനാണ്, രാഹുൽ സാറാണ്. സാറിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഉണ്ട്. പിന്നെ അത് അപ്പോൾ 15-ാം ദിവസം തന്നെ മോന് മെഡിസിനും കിട്ടി ഇതായിട്ട്. അപ്പം മീൻസ് ആരോഗ്യവകുപ്പിൻ്റെ സത്യം പറഞ്ഞാൽ അവരുടെ ഒരു നല്ല ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ മെഡിസിൻ കിട്ടുന്നത് തന്നെ. കാരണം ജനിച്ച് 15-ാമത്തെ ദിവസം ഒരു ഫസ്റ്റ് റിവ്യൂ ആയിരുന്നു. ഞങ്ങൾ പോയപ്പോഴത്തേനും മെഡിസിന് വേണ്ടിയിട്ടാണ് പോകാൻ പറഞ്ഞത്. അങ്ങനെ അവിടെ പോയി മെഡിസിൻ കിട്ടി, മോയപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മെഡിസിൻ്റെ ഇതുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകൾ കുറേയൊക്കെ മാറുന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ്. നിലവിൽ US, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് സൂക്ഷ്മവും ചെലവേറിയതുമായ ചികിത്സാ രീതി പ്രാബല്യത്തിലുള്ളത്. SMA ബാധിച്ചു കഴിഞ്ഞാൽ സമയം കഴിയുന്തോറും ഗുരുതരമായിക്കൊണ്ടിരിക്കും. മരുന്നില്ലാത്ത സാഹചര്യത്തിൽ നട്ടെല്ല് വളഞ്ഞ് മരണത്തിന് കാരണമാകുന്ന അവസ്ഥയിലേക്കെത്തും. 2022 ആദ്യമായി SMA ക്ലിനിക് ആരംഭിക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം. നമ്മുടെ ആരോഗ്യവകുപ്പ് പുതിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ, പുതിയ ചരിത്രങ്ങളൊക്കെ കുറിക്കുമ്പോൾ അതും നമ്മൾ വാർത്തയാക്കണം അല്ലേ. എല്ലായിടങ്ങളിലും ഇങ്ങനെ പിഴവുകളും കുറ്റങ്ങളും മാത്രമുള്ളപ്പോൾ അത് മാത്രം ചർച്ച ചെയ്താൽ പോരാ. അവരൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങളെയും നമ്മൾ ചർച്ച ചെയ്യണം. അതും ജനങ്ങൾ അറിയേണ്ടത് തന്നെയാണ്. ഇതിന് ആരോഗ്യവകുപ്പിനെ തീർച്ചയായും അഭിമാനിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് ഈ ലോകോത്തരം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് സംശയമൊന്നും തന്നെയില്ല. കാരണം നമ്മൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ സർക്കാർ ആശുപത്രികളിലൊക്കെ പോയി അവിടുത്തെ സൗകര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് നമ്മളൊക്കെ എത്രത്തോളം നന്നായിട്ടാണ് ഇവിടെ പോകുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആരോഗ്യവകുപ്പിന് ഇക്കാര്യത്തിൽ അഭിമാനിക്കും.